കള്ളാപ്പറമ്പിൽ ട്രേഡേഴ്സ്. തൃശൂർ ജില്ലയിലെ മാപ്രാണം എന്ന ഗ്രാമത്തിൽ ഒരു റൈസ് മിൽ. കള്ളാപ്പറമ്പിൽ ദേവസിയാണ് ഈ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത്. എല്ലാ കാലവും കർഷകരുടെ പ്രിയമിത്രമായ കള്ളാപ്പറമ്പിൽ ട്രേഡേഴ്സ് 2025 ആകുമ്പോൾ വിജയകരമായ 6 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. അകാലത്തിൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ അപ്പൻ ദേവസിയുടെ അഭിലാഷം ഏറ്റെടുത്ത് നടപ്പാക്കുമ്പോൾ മകൻ പൗലോസിന് പ്രായം 13. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് നമ്മളുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നത്. ആ യൂണിവേഴ്സിറ്റി ആയിട്ട് ഞങ്ങൾക്ക് നിരന്തരം ബന്ധമുണ്ട്. ബന്ധമുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മളുടെ ആണ് വളങ്ങൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു വളങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ കൊടുക്കും. അതിൻ്റെ ഗുണങ്ങളും അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ സ്ഥാപനത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളിൽ ഒതുങ്ങുന്ന പ്രശ്നങ്ങളല്ല എങ്കിൽ യൂണിവേഴ്സിറ്റിയിലത്തെ പ്രൊഫസേഴ്സിനോടോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോടോ നമുക്ക് ചോദിച്ച് ഞങ്ങളുടെ നാട്ടിലുള്ള കൃഷിക്കാർക്ക് രോഗനിയന്ത്രണത്തിനുള്ള ഉപാധികൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയൊരു സന്തോഷം ഞങ്ങളുടെ സ്ഥാപനത്തിനുണ്ട്. അമ്മയെയും സഹോദരങ്ങളെയും ചേർത്തു നിർത്തി അപ്പൻ തുടങ്ങിവെച്ച സെൻറ്റ് സെബാസ്റ്റ്യൻ റൈസ് മിൽ കൂടുതൽ യന്ത്രവൽക്കരിച്ചും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ടും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറെ പ്രശസ്തി നേടി. കൊപ്ര, വിവിധതരം ധാന്യങ്ങൾ, മുളക്, മല്ലി, മഞ്ഞൾ എന്നിവയും ഇവിടെ വെവ്വേറെ ആട്ടിയും പൊടിച്ചും നാട്ടുകാർക്ക് നൽകി തുടങ്ങി. വൃത്തിയും ശുദ്ധിയുമായിരുന്നു സെൻറ്റ് സെബാസ്റ്റ്യൻ റൈസ് മില്ലിന്റെ മുഖമുദ്ര. ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ കൊടുക്കണം എന്നോ നമ്മുടെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ പിന്നിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സപ്പോർട്ടും അതിന് വേണ്ടുന്നത് വൃത്തിയിൽ കൊടുക്കാനുള്ള എല്ലാ സപ്പോർട്ടുകളും തരാനായിട്ടും നമ്മുടെ മുതലാളി ആത്മാർത്ഥമായിട്ടും ഉൾക്കൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുകയാണ്. ധാന്യങ്ങൾ നന്നായി കഴുകി ഉണങ്ങി വൃത്തിയായിട്ട് പൊടിച്ചു തരാറുണ്ട്. इधर में आएगा तो कुछ भी प्रॉब्लम नहीं. इधर का काम भी अच्छा है, इधर का लोग भी अच्छा है, फुल अच्छा है. इधर में फैसिलिटी फुल है. ഈ വിജയത്തിന് പിന്നിൽ മാപ്രാണം കുരിശിന്റെ കപ്പേളയും കുരിശുമുത്തപ്പനും പിന്നെ നല്ലവരായ മാപ്രാണം നിവാസികളുമാണ്. പഴയ തലമുറ കർഷകരും കൃഷിക്കാരും കൃഷിയിടത്തിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ധാന്യങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും സ്വന്തമായി പാകപ്പെടുത്തി ഭക്ഷിച്ചിരുന്നതിനാൽ അവർ ആരോഗ്യവാന്മാരായിരുന്നു. അതിനു പുറമെ ഇന്ന് കാണപ്പെടുന്ന പല രോഗങ്ങളും ആ സമൂഹത്തിന് ഇല്ലായിരുന്നു. സാങ്കേതിക രംഗത്ത് കൂടുതൽ വിദ്യാഭ്യാസം നേടുകയും തുടർന്ന് ആഗോള കമ്പനികളുടെ അടിമയായി തീരുകയും ചെയ്യുന്ന പുതുതലമുറയ്ക്ക് ഒന്നിനും സമയമില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ലഭ്യമാകുന്ന വിഷം കലർന്ന ഭക്ഷണ പാക്കറ്റുകളിൽ അവർ അഭയം തേടുന്നു. ഒപ്പം ക്യാൻസർ പോലെയുള്ള തീരാരോഗങ്ങളും ക്ഷണിച്ചു വരുത്തുന്നു. ഇവിടെയാണ് സെബി എന്ന മാപ്രാണംകാരൻ്റെ പ്രസക്തി. എന്തുകൊണ്ട് വിഷരഹിത ധാന്യങ്ങളും മറ്റുൽപ്പന്നങ്ങളും ജനങ്ങളുടെ കൺമുൻപിൽ വെച്ച് തന്നെ വൃത്തിയായി കഴുകി ഉണക്കി പൊടിച്ച് നിമിഷനേരം കൊണ്ട് കൊടുത്തുകൂടാ? 7-8 മണിക്കൂർ വേണം സൂര്യവെളിച്ചത്തിൽ ഒരു ധാന്യം ഉണക്കിയെടുക്കാൻ. ഇവിടെ ഉപഭോക്താക്കൾ സെലക്ട് ചെയ്യുന്ന ധാന്യങ്ങൾ ലൈവായി അവരുടെ സാന്നിധ്യത്തിൽ കഴുകി ഡ്രയറിൽ വെച്ച് ഉണക്കി പൊടിച്ച് പാക്കറ്റുകളിലാക്കി ട്രൂ ഗ്രൈൻഡ് എന്ന ലേബലിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുവഴി മാരക രോഗങ്ങളില്ലാത്ത ആരോഗ്യ കേരളം എന്ന സെബിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. ഈ സംരംഭത്തിനു വേണ്ടി ഒപ്പം കട്ടയ്ക്ക് നിന്ന് ജീവനക്കാർക്ക് നേതൃത്വം കൊടുക്കാനായി ജീവിത സഖി ജോസ്ലിനുമുണ്ട്. നമ്മളിവിടെ ആളുകൾ കൊണ്ടുവരുന്ന മല്ലി, മുളക് ആയാലും എല്ലാം അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ നമ്മൾ ലൈവായിട്ട് പൊടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ തൃപ്തിക്കനുസരിച്ച് നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ പരിഹരിച്ച് നമ്മൾ അവരുടെ തൃപ്തിക്കനുസരിച്ചാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും പൊടിച്ചായാലും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ആൻലിയ, എബിൻ, ഏതൻ എന്നീ മക്കളുമുണ്ട് കൂട്ടിന്. പിതാവിൻ്റെ കാലം മുതലുള്ള ജീവനക്കാരെയും അത്രത്തോളം വരുന്ന പിൻതലമുറക്കാരായ ഉപഭോക്താക്കളെയും സെബി കൈവിട്ടിട്ടില്ല. അവരുമുണ്ട് സെബിക്കൊപ്പം.